നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ സ്പാനിഷ് ക്ലബ്ബ് വാങ്ങിയല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 25% ഓണർഷിപ്പ് അദ്ദേഹം വാങ്ങി അൽമെരിയ എന്ന ക്ലബിൻ്റെ. അൽമെരിയ എന്ന ക്ലബ്ബ് എല്ലാവർക്കും അറിയാം. നേരത്തെ സ്പാനിഷ് ലീഗൊക്കെ കളിച്ച ടീമാണ്. ഇപ്പോൾ സെക്കൻഡ് ഡിവിഷനിലാണ്. അടുത്ത തവണ സ്പാനിഷ് ലീഗിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം പണം മുടക്കുമ്പോൾ പലരും അദ്ദേഹം തിരികെ ഇനിയിപ്പോൾ ആ ക്ലബ്ബിൽ വന്ന് യൂറോപ്പ് ലീഗ് കളിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഒരവസ്ഥയൊന്നും എന്തായാലും CR7 ഇല്ലെന്ന് പറഞ്ഞാൽ എവിടെയും കളിക്കാൻ അവസരം കിട്ടായിട്ട് സ്വന്തമായിട്ട് ക്ലബ്ബ് വാങ്ങി അവിടെ തന്നെ കളിക്കേണ്ട രീതിയൊന്നുമില്ല. അപ്പോൾ CR7 വിചാരിച്ചാൽ എപ്പോഴും യൂറോപ്പിലേക്ക് മടങ്ങിയെത്താം, കളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അദ്ദേഹം നിലവിൽ സൗദി അറേബ്യയിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടില്ല. എന്നാൽ മറ്റൊരു കാര്യം ഫബ്രീസിയോ റൊമാനോ ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയുന്നു, ഈ ഒറ്റ ക്ലബ്ബ് കൊണ്ടൊന്നും നിർത്താൻ പോകുന്നത് ഇത് തുടക്കം മാത്രം. ക്രിസ്ത്യാനോ ഇനിയും ക്ലബ്ബുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും, ക്ലബ്ബുകൾ വാങ്ങും. അദ്ദേഹത്തിൻ്റെ ബിസിനസ് പോർട്ട്ഫോളിയോയിലേക്ക് ഫുട്ബോൾ ക്ലബ്ബുകൾ കൂടി അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ട്. ഫബ്രീസിയോയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: അൽമരിയയിലെ ക്രിസ്ത്യാനോയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജസ്റ്റ് ദി ബിഗിനിങ് ഫോർ ക്രിസ്ത്യാനോ റൊണാൾഡോസ് ഫ്യൂച്ചർ പ്രോജക്ട്സ്, നോട്ട് ദി ഓൺലി വൺ. അതാണ്, ഈ ഒന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ പ്രൊജക്ട്സിൻ്റെ തുടക്കം മാത്രമാണ് അൽമെരിയ ക്ലബിലെ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്രിസ്ത്യാനോ വളരെ കീനായിട്ട് അംബീഷ്യസ് പ്രൊജക്റ്റുകളിൽ, ക്ലബ്ബുകളിൽ, അതായത് ഭാവിയിൽ കൂടുതൽ വളരാൻ സാധ്യതയുള്ള ഓപ്പർച്യൂണിറ്റീസ് മുതലെടുക്കുക എന്ന ഉദ്ദേശത്തിൽ അംബീഷ്യസ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ, ക്ലബ്ബുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ക്രിസ്ത്യാനോ വളരെ കീനാണ് എന്നാണ് ഫബ്രീസിയോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ടോപ്പ് ലെവൽ ക്ലബ്ബുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയല്ല, വളരാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യലുള്ള ക്ലബ്ബുകളിൽ ക്രിസ്ത്യാനോ ഇൻവെസ്റ്റ് ചെയ്യും. ക്രിസ്ത്യാനോയുടെ ഓണർഷിപ്പിൽ ഇനിയും യൂറോപ്പിൽ ക്ലബ്ബുകൾ വരും. ആ ക്ലബ്ബുകൾ വളർന്ന് വലുതാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും അൽമെരിയ അടുത്ത തവണ ലലീഗയിൽ കളിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണ് അവരിപ്പോൾ 2ാം ഡിവിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.